വോട്ട് കൂടിയല്ല അല്ലെ അർത്ഥം. ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ കേരളത്തിൽ ഒരു ആന്റി കോൺഗ്രസ് ടെമ്പോ ഉണ്ടാക്കുന്നതിൽ ഈ കേന്ദ്ര അത് എല്ലാ തവണയും ഉള്ളതാണ്. ശ്രീ KVS ഹരിദാസ്, എപ്പോഴും BJP ഈ രണ്ട് പാർട്ടികളെയും എതിർക്കുന്നതാണ്. ഒരുപക്ഷെ UDF ആണ് അധികാരത്തിലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നതാണ്. അവിടെ ഒരു ചോദ്യം ശ്രീ KVS എടുത്ത് കേരള കണ്ടക്സ്റ്റില് കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒന്നാം നമ്പർ ശത്രുവായിട്ടുള്ളത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ CPIM ആണോ? രണ്ടും ഉണ്ടല്ലോ, രണ്ടിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ക്യാമ്പയിൻ. പക്ഷെ പാളിപ്പോയത് ശ്രീ KVS, ഈ ഭരണത്തിലിരുന്ന 5 വർഷം ഭരിച്ച ആ മുന്നണിയെയും സർക്കാരിനെയും എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ 60 വർഷത്തെ ചരിത്രത്തിൽ രണ്ടും കൂടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വോട്ടും രണ്ടായി പോയി. സ്വാഭാവികമായിട്ട് അങ്ങനെ BJPക്ക് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള BJP സംസ്ഥാന BJP എടുത്ത ഒരു തന്ത്രമായിരുന്നില്ല. ഇത് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായുടെ പുതിയ തന്ത്രമായിരുന്നു. അതൊന്നും ഏറ്റില്ല എന്നല്ലേ? അല്ലല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും BJP എടുക്കുന്ന ഒരു സമീപനം അത് തന്നെയാണ്. അവിടെ എവിടെയെങ്കിലും ഒരു പോരായ്മ ചെറുത് വന്നു എന്ന് പറഞ്ഞിട്ട് BJP പലപ്പോഴും പ്രതികൂട്ടിലാവാറുമുണ്ട്. പക്ഷേ ഇത്തവണ ശക്തമായ ക്യാമ്പയിൻ തന്നെയാണ് UDF ഗവൺമെന്റിനെതിരായിട്ട് നടത്തിയത്. അതേ സമയത്ത് തന്നെ LDFനെതിരായിട്ടുള്ള ക്യാമ്പയിനും അതിൻ്റെ കൂടെ മുരുകൻ ഒരുപക്ഷെ വോട്ടിന്റെ കാര്യത്തിൽ എണ്ണത്തിൽ വോട്ട് ചിലപ്പോൾ BJP കൂടുതൽ പിടിക്കുന്നുണ്ടാകാം. അത് മൊത്തം സംസ്ഥാനത്ത് നോക്കുമ്പോൾ എങ്ങനെ ശതമാനം എന്നുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ BJPയുടെ ഈ പ്രചരണ കോലാഹലത്തിന് ഒത്തുപോകുന്ന ഒരു ഫലമാണോ സീറ്റുകളുടെ കാര്യത്തിൽ വന്നത്? തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് തെളിവ്. മാത്രമല്ല, നേമത്ത് പോലും ജയിച്ചത് എവിടുത്തെ വോട്ട് കൊണ്ടാണെന്ന് ഇതിനകം ക്ലിയറായി കഴിഞ്ഞു. അപ്പം അതുകൊണ്ടല്ല, പക്ഷേ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേസമയത്ത് BJPയുടെ ശക്തി വർദ്ധിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഒരു നല്ലൊരളവ് CPMന് കിട്ടിയതുപോലെ തന്നെ അതിനൊരു ചെറിയ ഒരു ശതമാനം PV മുരുകൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. BJPക്ക് ഇത്രയും വോട്ട് ഷെയർ കൂടും, ഇത്തവണത്തെ ഒരു പ്രചരണം അങ്ങനെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് സീറ്റ് ഇത്തവണ നേടിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഇതെല്ലാം നിലനിർത്താൻ പറ്റുന്നതാണോ? ഇപ്പൊ ഉണ്ടായി വോട്ട് ഷെയർ ഒക്കെ അവർക്ക് ഇനി എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? നേമത്ത് ഒരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് വലിയ ലെവലിലാണ്, അത് താഴെ തട്ടിലല്ല, അത് നേതൃത്വ ലെവലിൽ ഒരു വലിയ കച്ചവടം. നിയമം മാത്രമല്ല ഉദ്ദേശിച്ചത്. അല്ല, നേമത്തെ ജയിച്ചതിന്റെ സാഹചര്യം പറയുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ BJP പലയിടത്തും നല്ല ഫൈറ്റ് കൊടുത്തു. പ്രധാന സുരേന്ദ്രന്റെ ഒക്കെ 86 വോട്ടിന്റെ അതിലാണ്. പക്ഷേ ജയിക്കാനിടയായത് ഇത്തവണ ജയിച്ചില്ലെങ്കിൽ അവർ ഈ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു നിലവിലേക്ക് പാർട്ടി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഒരു ഡീലിലൂടെ നേമത്ത് BJP ജയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം. ശ്രീ മുരുകന് നിയമത്തെ കുറിച്ച് നല്ലോണം അറിയാം. അദ്ദേഹത്തിന്റെ മണ്ഡലവും കൂടെയാണ്. ഒന്നും പറയാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇപ്പൊ അവിടെ സുരേന്ദ്രൻ തോറ്റുന്നത് 84 വോട്ടിനാണ്. അവിടെ ജയിച്ചത് UDF ആണ്. അപ്പോൾ സുരേന്ദ്രൻ അത്ര വോട്ട് കൊടുത്തത് CPM ആണെന്ന് ഞങ്ങൾ പറയാൻ പറ്റുമോ? അത് ശ്രീയാനത്തിലോട്ടാണ് പറയേണ്ടത്. പക്ഷേ ശ്രീ മുരുകൻ അതിനെ ശ്രീ ജ്യോതികുമാർ നമുക്ക് വേറെ രീതിയിൽ കാണാം. ശ്രീ PV മുരുകൻ നിയമത്തെ കുറിച്ച് പറഞ്ഞു. അത് നിയമത്തിന്റെ എക്സ്പെർട്ടാണ്, അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു. ശ്രീ ചോദ്യത്തിന് ശ്രീ ആനത്തിലോട്ടം പറയട്ടെ. പക്ഷെ നിയമത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച് താങ്കൾക്ക് മറുപടി പറയണം. അതിന് മഞ്ചേശ്വരം പറഞ്ഞാൽ പോരാ. അവസാന നിമിഷം നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അദ്ദേഹം നിയമ എക്സ്പെർട്ട്, അതുകൊണ്ട് അവിടെ വോട്ടിംഗ് വേണ്ട കൗണ്ടിംഗ് വേണ്ട പുള്ളി പറയുന്നു. ശ്രീ മുരുകനും അജിത് കുമാറും കഴിഞ്ഞ ദിവസം ഈ ചർച്ച ശ്രീ ജ്യോതികുമാർ കണ്ടിരുന്നെങ്കിൽ നിയമത്തെ അവർ ഇത് പ്രഡിക്ട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് വോട്ടർമാരെ അവമാനിക്കാൻ തുല്യമാണ്. മനസ്സിലാക്കുന്നില്ല. എന്റെ ചോദ്യം ശ്രീ ജ്യോതികുമാർ, 13,000 വോട്ടാണ് ഇപ്പോൾ UDF അവിടെ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയതാണെങ്കിൽ കൂടി 10-22,000 വോട്ടുണ്ട്. 10,000 വോട്ട് എവിടെ പോയി? മുമ്പ് നേടിയ ഈ കോർപ്പറേഷനിൽ നേടിയ 10-32,000 വോട്ടുണ്ടായിരുന്നു. 20,000 വോട്ട് എവിടെ പോയി? അപ്പൊ നിങ്ങളുടെ വോട്ട് എവിടെ പോയി? ഞാൻ പറഞ്ഞതല്ല, ഞങ്ങളുടെ വോട്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല, ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഘടകകക്ഷി പറഞ്ഞല്ലോ അവിടുത്തെ വോട്ട് എങ്ങോട്ട് പോയി? മഞ്ചേശ്വരം. അല്ല, അങ്ങ് എപ്പോഴും കണക്കെടുക്കും. 2014 പറയാവുന്നതാണ്. കണക്ക് വെച്ചല്ലേ പറയാൻ. അല്ല, ശ്രീ ജ്യോതികുമാറിന് ഇന്ന് അല്പം ഒരു പ്രഷർ കൂടുതലുണ്ട്. നമ്മൾ അങ്ങോട്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് ആഴത്തിലോട്ടും കുറച്ച് റിലാക്സ്ഡും ആണ്. അതുകൊണ്ട് കണക്കുകളൊക്കെ എടുക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ 2011-ലായാലും 14-ലായാലും അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പായാലും ആ മണ്ഡലത്തിൽ BJP ആണ് മുന്നിൽ. 46,682 വോട്ടുകളാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞത് 2006 ജയിച്ചത്. 2006
2006 അതിന് മുമ്പ് ആരാ ജയിച്ചത് ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ല. അവിടെ CPM-ന്റെ സീറ്റായിരുന്നു അത്. അല്ല, CPM ഞാൻ പറയാം, അല്ല, CPM UDF LDF മാറി മാറി നിയമം വിട്ടോ. അല്ല അദ്ദേഹം പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ LDF മാറി മാറി ജയിച്ചുകൊണ്ടിരുന്ന സീറ്റിൽ ഒരു സുഹൃത്തെ ഒരു കാര്യം, 2011 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ നമ്മൾ ഇതുവരെ എടുത്ത് ചർച്ച ചെയ്ത്. അവിടെ നിന്ന് മുമ്പോട്ട് പോയോ പിറകോട്ട് പോയോ ഒന്ന് അല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവിടെ 35,067 വോട്ടേ കിട്ടിയുള്ളൂ. BJPക്ക് അന്ന് കിട്ടിയത് 43,989. നിങ്ങളാണെന്ന് ജയിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 49,000 വോട്ട്. ആ വോട്ട് എവിടെ പോയെന്ന് പറഞ്ഞാൽ മതി. എവിടെയാണ്? യൂന്തുമയിൽ അല്ല, മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് ആരാ ജയിച്ച? മഞ്ചേശ്വരത്ത് സീറ്റ് നിലനിർത്തി. നിങ്ങൾ ഇപ്പോഴും 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്താണ്. അത് നേരത്തെ ഞാൻ ചോദിക്കാം. പക്ഷേ ആയിരത്തിലോട്ട് ഞാൻ താങ്കളുടെ അടുത്ത് വരുന്നുണ്ട്. താങ്കൾ മഞ്ചേശ്വരത്തെ കണക്കൊന്ന് നോക്കി വെക്കണം. സ്ഥാനത്താണ്. പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തമല്ല. നിങ്ങളും അതായത് LDF UDF മാറി മാറി 2006 വരെ ജയിച്ചുകൊണ്ടിരുന്ന നിയോജകമണ്ഡലത്തിൽ 2011 മുതൽ BJP 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. UDF നിരന്തരമായി ജയിക്കുന്നു. അപ്പൊ നിങ്ങൾ വോട്ട് BJPക്ക് കൊടുക്കുന്നു ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അല്ലല്ല, ഇത്തവണ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കൂ. LDFന് എത്ര വോട്ട് കിട്ടി, നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് പറയാം. ആയിരത്തിലോട്ട് അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആ ചോദ്യം അവിടെ ഞാൻ വീണ്ടും പോയി ചോദിക്കും, അദ്ദേഹം സമ്മതിക്കുമല്ലോ, അപ്പൊ നോക്കാം. പക്ഷെ താങ്കൾ ഇതുവരെ സമ്മതിക്കാത്ത ഒരു കാര്യമുണ്ട്. ആ 20,000 വോട്ട് എവിടെ? ഞങ്ങൾ അതിനെ കുറിച്ച് പഠിക്കും. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വോട്ട് നിയമത്തെ വോട്ടിന് പഠിക്കാൻ വളരെ പഠനം ഒരു പഠിക്കാൻ വേണ്ടി പുള്ളിയാണ് വീതം വെച്ച് കൊടുക്കുന്നത്. കുറിച്ച് സമിതി ഒന്നും വെക്കേണ്ട കാര്യമില്ല. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണെന്നുള്ളത് വളരെ പാട്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ നേതാവ് പറയുന്നത് കേട്ടിരുന്നെങ്കിൽ, ഇദ്ദേഹത്തിന്റെ നേതാവ് ഞാൻ ഊന്നി പറയാൻ, ഇദ്ദേഹത്തിന്റെ കൊട്ടേഷനായിട്ട് പറയാൻ, ഇദ്ദേഹത്തിന്റെ നേതാവ് പറയുന്നത് കേട്ടിരുന്നെങ്കിൽ കോൺഗ്രസ് ഇത്രയും ഗതികേട് വരില്ലായിരുന്നു. അത് BRM ഷഫീറും സമ്മതിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആ നേതാവിന്റെ മാനസ പുത്രനോ അങ്ങനെ തന്നെ പറയണ്ടേ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ VM സുധീരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ശ്രീ BRM ഷഫീർ. സത്യം പറയാം, അല്ലല്ല, BRM ഷഫീർ ഇന്നലെയും പറഞ്ഞു VM സുധീരൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കുറെ മാറ്റം ഉണ്ടാകുമായിരുന്നു. ഒന്ന് ജ്യോതികുമാറിനോട് ഒന്ന് പറഞ്ഞു. ശ്രീ ജ്യോതികുമാർ, താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണോ ഇത്? അല്ല, സ്ഥിരമായി മത്സരിക്കുന്ന കുറെ മുഖങ്ങൾ ജ്യോതികുമാർ കേൾക്കുന്നില്ല, എന്ന് വലിയ കണക്ക് എഴുതുകയാണ്. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ എനിക്ക് BRM ഷഫീർ പറഞ്ഞത് VM സുധീരൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഈ നാണക്കേട് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങ് പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ലേ? ഇത് ചർച്ച ചെയ്യാനാ കൊണ്ടുവന്നത് ശ്രീ ജ്യോതികുമാർ. ഈ BRM ഷഫീർ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളെ പാർട്ടി കമ്മിറ്റിയിൽ ഒന്ന് പഠിക്കുമ്പോൾ അദ്ദേഹം മുഖത്ത് നോക്കി നല്ലോണം ചോദിക്കും. ആ ചോദ്യം ഇപ്പൊ ചോദിച്ചിരിക്കുക. അദ്ദേഹം ഞങ്ങളോട് ചോദിക്കത്തില്ല. ഞാൻ KPCC സെക്രട്ടറിയാണ്. എനിക്ക് KPCC ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. KPCC പ്രസിഡന്റിനെ കൊണ്ട് BRM ഷഫീർ ചോദിക്കും. അല്ല, അതൊക്കെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും അങ്ങ് കിടക്കണ്ട. ഞങ്ങളുടെ ഇന്റർണൽ പൊളിറ്റിക്സ് ഞങ്ങൾ നടത്തോളാം. ഇനി അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പിന്നെ മഞ്ചേശ്വരത്ത് ആ ചോദ്യം രണ്ടാമത് ശ്രീ BRM ഷഫീർ, ഈ വിഷയം എനിക്ക് അധികാരമുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങയുടെ KPCCയെ കുറിച്ച് എനിക്ക് അധികാരമില്ല, ഞാൻ ചോദിക്കില്ല. പക്ഷേ ഈ ചർച്ചയിൽ ഒരു അധികാരം എനിക്കുണ്ട്, അത് വെച്ച് ഞാൻ ചോദിക്കുകയാണ്. BRM ഷഫീർ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു. അതായത് VM സുധീരൻ KPCC പ്രസിഡന്റ് ഈ നാട്ടുകാരോട് പറഞ്ഞതാണ് ഈ മന്ത്രിസഭയിലെ ചില മന്ത്രിമാരെ കുറിച്ച്. അവരെ മാറ്റി നിർത്തി പ്രചരണത്തിന് തെരഞ്ഞെടുപ്പിന് പോകണം എന്നുള്ളത് മാധ്യമങ്ങളിൽ വന്നതാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഹൈക്കമാൻഡിനോട് പറഞ്ഞതാണ്. അദ്ദേഹം ഹൈക്കമാൻഡിനോട് അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹം KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, BRM ഷഫീറിനെ പോലെ ഒരു കോൺഗ്രസ്സുകാരനാണ്, അങ്ങേക്ക് കൂടുതൽ വലിയ പദവിയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം സമ്മതിച്ച പോലെ ഒരു കോൺഗ്രസ്സുകാരുടെ വികാരമാണ്, അങ്ങേക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഈ മന്ത്രിമാർ അപവാദം നേരിട്ട, ആരോപണം നേരിട്ട മന്ത്രിമാർ മത്സരിച്ചത് നിങ്ങൾക്ക് ദോഷമായി നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത്തരം വിഷയങ്ങൾ ദോഷമായോ? ഞാൻ പറഞ്ഞത് തോൽവിയുടെ കാരണങ്ങൾ, ഞങ്ങൾ തോൽവി അംഗീകരിക്കുന്നു. തോൽവിയുടെ കാരണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൂലങ്കഷമായി ചർച്ച ചെയ്യും. ലാൽ, ഞാൻ ഒന്ന് കാര്യം പറയട്ടെ. ഞങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ലാലിനോട് പറഞ്ഞ് ചർച്ച ചെയ്യാൻ പറ്റില്ല. പീപ്പിൾ ടിവി പറഞ്ഞിട്ട് ചർച്ച ചെയ്യാൻ പീപ്പിൾ ടിവിയിലല്ല, ഇത് മാതൃഭൂമിയിലായാലും മനോരമയിലായാലും ഏഷ്യാനെറ്റിലായാലും എവിടെ കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് പോയാലും ഇത് ഫേസ് ചെയ്യേണ്ടത് വരും. ഈ ചോദ്യം തിരിച്ചേണ്ടി വരും. ക്ഷമാപൂർവ്വം കേൾക്കണം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട ഫോറത്തിൽ ചർച്ച ചെയ്യേണ്ട ഐറ്റംസ്, ചർച്ച ചെയ്യേണ്ട അജണ്ടകൾ പരിപൂർണമായും ചർച്ച ചെയ്യും. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. ഞങ്ങൾ അത് റെക്ടിഫൈ ചെയ്യും. തീർച്ചയായിട്ടും. അതായത് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പാകത്തിലുണ്ട്, നിങ്ങളത് പഠിക്കും. ഞങ്ങൾക്ക് തോൽവിക്ക് കാരണമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അതിൽ എന്തൊക്കെ വരാം അത് അപ്പോഴല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് ഓപ്പൺ ഫോറം അല്ലേ. ഞങ്ങളുടെ പാർട്ടി ഭാരവാഹികളെ സംബന്ധിച്ച് പാർട്ടി ഭാരവാഹികൾ കൂടി, അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹികളുടെ മീറ്റിംഗോ എക്സിക്യൂട്ടീവോ കൂടിയിട്ട് അവിടെ എല്ലാവരുടെയും ചർച്ച എടുക്കും. അതിനെ കൺസൾട്ടേറ്റ് ചെയ്യും. അത് ചേർന്നല്ലേ ഞങ്ങൾ അത് കറക്റ്റ് ചെയ്യേണ്ടത്. അങ്ങ് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക,
ഇപ്പോൾ തന്നെ പല നേതാക്കളും PC ചാക്ക ഉൾപ്പെടെ ഉള്ളവർ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കണമെന്നോ അങ്ങ് പറയുന്നത്? അല്ല, അതുകൊണ്ട് അങ്ങ് പ്രതികരിക്കണമെന്നല്ല, അങ്ങപ്പോ പ്രതികരിക്കാത്തവരുടെ ഭാഗത്താണോ എന്നാണ് എനിക്കറിയാം. അല്ലല്ല, ഇതിനൊക്കെ വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. ഏത് പാർട്ടി ആയാലും, അത് LDF ആയാലും UDF ആയാലും NDA ആയാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു കീഴ്വഴക്കവും ശ്രീ അജിത് കുമാർ വീക്ഷണത്തിലൂടെ ഉപദേശിക്കാൻ വെച്ചിരിക്കുന്ന കാര്യത്തിന്റെ ഒരു കാര്യം ഇതിനകത്ത് ഉപദേശിക്കാൻ ഞാൻ പാർട്ടിക്കാരനല്ല. ഒന്ന്, രണ്ട്, ഇപ്പോൾ ഞാൻ നല്ല ഫുൾ ടൈം ജേർണലിസ്റ്റാണ്, പ്രൊഫഷണൽ ജേർണലിസ്റ്റാണ് ഫോർ ദ ലാസ്റ്റ് 30 years. പക്ഷേ ആ മാധ്യമപ്രവർത്തനം ഇത് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് ഒരു പുനർചിന്തനത്തിന് സമയമായി. കോൺഗ്രസ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മപരിശോധനയ്ക്ക് സമയമായി. സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുന്നില്ലല്ലോ, അത് ശരിയാണ്. അതല്ലേ പറഞ്ഞത്, അതല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു, അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. ശ്രീ ജ്യോതികുമാറിന് പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ ആനത്തലവട്ടം, അവർക്ക് മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് ഒരു കമന്റ് ഉണ്ട്. ശ്രീ KVS, എനിക്കൊരു കാര്യം, ഒരു ഇൻട്രോസ്പെക്ഷനെ കുറിച്ച് പറഞ്ഞു. BJPക്കും ഉണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സുകാരുടെ ഇൻട്രോസ്പെക്ഷൻ നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകർന്നതിൽ കാണുന്നതും കേൾക്കുന്നതുമായ കുറേ സംഭവങ്ങളുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ കമ്മിറ്റിയെ വെച്ചിട്ട് ആ റിപ്പോർട്ട് പുറത്തു വരാത്ത ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് വീരേന്ദ്രകുമാർ പറഞ്ഞിരുന്ന ഒരു ആക്ഷേപമുണ്ട്. എത്ര നാൾ അദ്ദേഹം ഇടത്തും പുറത്തും പറഞ്ഞുകൊണ്ട് നടന്ന ആ റിപ്പോർട്ടൊന്ന് പുറത്ത് കാണിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, നടപടിയെടുക്കണം. കോൺഗ്രസ്സുകാർ ചെയ്തോ? എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരുടെ ഇൻട്രോസ്പെക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പലപ്പോഴും ഒരു മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വിശകലനങ്ങൾ അവർ നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ശ്രീ ജ്യോതികുമാർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പഠിക്കുമെന്നൊക്കെ പറയുന്ന തൽക്കാലം ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നവരെ രക്ഷപ്പെടാനുള്ള ഒരു ഡയലോഗ് മാത്രമായിട്ട് ശ്രീ KVS ചൂണ്ടിക്കാട്ടുന്നുള്ളൂ. 2006 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് വരെ നടന്നിട്ടുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പിലും UDF ആണ് കേരളത്തിൽ ജയിച്ചിട്ടുള്ളത്. അക്കാര്യം മറന്നുപോകരുത്. നിങ്ങൾ ഒന്നും പഠിച്ചില്ല. ആ ജയമൊക്കെ നിങ്ങൾ വിചാരിച്ചു കണ്ണടച്ച് ശ്രീ ഉമ്മൻചാണ്ടി പറയുന്നതൊക്കെ കേട്ട ആളുകൾ ഇങ്ങനെ വോട്ട് തരുമെന്ന്. ഇതിപ്പോൾ ഒരു പരാജയം ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ 92 സീറ്റാണ്, 91 സീറ്റാണ് ഇപ്പോൾ LDF കിട്ടിയിരിക്കുന്നത്. 2011 പിന്നെ തിരിച്ച് UDF ഭരണം കിട്ടിയെങ്കിൽ 2006 98 സീറ്റാണ് LDF കിട്ടിയത്. അന്നും ആകാശമൊന്നും ഇടിഞ്ഞു വീണില്ല. ഞങ്ങൾ പിന്നെന്താണ് 2092 സീറ്റ് കിട്ടിയില്ല. എത്ര കിട്ടി? LDF-നാ. എത്ര കിട്ടി? ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നത് 96-ൽ 98 സീറ്റ് കിട്ടി. 2006 അത്രയും കിട്ടിയില്ല. ഭരണത്തിലുണ്ടായിരുന്നല്ലോ. അതുണ്ടായിരുന്നു. 2006 ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. 2006 ശേഷം ഞങ്ങൾ കൃത്യമായി ഇന്നുവരെ ഞങ്ങൾ അന്ന് പ്രതിപക്ഷത്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ തമ്പിങ് മെജോറിറ്റിയോട് ഈ അധികാരത്തിൽ വന്നു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2009 ജയിച്ചു, 2014 ജയിച്ചു. ഇപ്പോൾ പരാജയം സംഭവിച്ചിരിക്കുന്നു. പരാജയമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിന് വേണ്ടുന്ന കറക്ഷൻ ഞങ്ങൾ നടത്തും. പരിക്കുകൾ എവിടെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ കണ്ടെത്തും, അത് തിരുത്തും. ഞങ്ങൾ സർവ്വശക്തമായി നല്ലൊരു പ്രതിപക്ഷമായി മുന്നോട്ട് പോകും. ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു വരും. എല്ലാ ആശംസകളും നേരുന്നു. അതേസമയം ഒരു കാര്യം ചൂണ്ടിക്കാര്യം, PM സുധീരൻ ഈ ആപത്ത് വരുന്നത് നേരത്തെ അഴിമതിക്കാരായ 4 എണ്ണത്തിനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. നിങ്ങളത് കേട്ടില്ല, ഓർമ്മയില്ലേ? അതെല്ലാം തോറ്റ്. ഒരെണ്ണം മാത്രം പറയുമ്പോൾ 54 കേസുണ്ടായിരുന്ന പിന്നെ നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ഒരാളും തോറ്റു. ആരാണ്? നികേഷ്. അയാൾ നമ്മുടെ അയാളുടെ സ്വതന്ത്രനായിട്ട് വന്ന് നമ്മളിപ്പോ സ്ഥാനാർത്ഥി ഗൗരവമായ ആരോപണമാണ്. സ്വതന്ത്രനായിട്ട് വന്നിട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞാൽ നികേഷ്, നിങ്ങൾ ഇന്നലെ വരെ നികേഷിനെ 51 എട്ടുകാരന്റെ പ്രതിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ? 54 ചെക്ക് കേസിലെ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 54 ചെക്ക്. ഞാനൊന്ന് പറയട്ടെ, ചെക്ക് കേസിലെ പ്രതി എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടു കൂട്ടരും കൊണ്ട് പിന്തുണച്ചാണല്ലോ വിജയമല്യ. ഞങ്ങൾ രണ്ടുകൂട്ടരുന്നല്ല, അതേസമയം ഞാൻ പറയട്ടെ, സുധീരൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാർ എത്ര എണ്ണ തോറ്റ് വീണത്? അഴിമതിക്കാർ. കാര്യങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് ബഹുമാനായ നമ്മൾക്കൊക്കെ മുതിർന്ന നമ്മുടെ അന്തരവട്ടദാന സഖാവ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമായിരുന്നു. അദ്ദേഹം ജയിക്കുമായിരുന്നു. അദ്ദേഹം ഇതിലും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പ്രചരണ രംഗത്ത് നിന്ന് ആളുകളെ ജയിപ്പിച്ചു. ഞാനിവിടെ നിന്ന് ബാക്കിയുള്ളവരൊക്കെ ജയിപ്പിക്കുന്ന പണി ചെയ്ത് അതിന്റെ റിസൾട്ടും കിട്ടി. പക്ഷെ അങ്ങോട്ട് കളത്തിൽ ഉണ്ടാകണമായിരുന്നു. അത് പാർട്ടി ആലോചിക്കണമായിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ ഈ ഡയറി ഞാൻ നോക്കുമായിരുന്നു.
കൃത്യമായ അതാണ് ആനത്തലോട്ടത്തിന്റെ ആനന്ദലോടത്തിന്റെ ഡയറി നോക്കുമായിരുന്നു. ഇത് അത് നോക്കി കൊല്ലത്ത് എന്റെ ഒരു ഉപദേശം ആനത്തലോട്ടത്തിന്റെ ഡയറി മാത്രമല്ല കൊല്ലത്തിനോടൊപ്പം അങ്ങ് ചേരുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പുള്ളി പറഞ്ഞ ഈ കണക്കിനെ കുറിച്ച് പറഞ്ഞ പ്രചരണത്തെ സംബന്ധിച്ച് അവരുടെ ഒരു വീക്ഷണം നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശ്രീ ജെ അജിത് കുമാറിന്റെ വീക്ഷണമല്ല, എന്തായാലും വേറെ ഒരു വീക്ഷണമാണ്, പാർട്ടിയുടെ വേറെ വീക്ഷണമാണ്. അതാ ഞാൻ പറഞ്ഞ ആത്മപരിശോധന നടത്തണം നമ്മുടെ പാർട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, നമുക്ക് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കാൻ പറ്റുന്നത് ചില VIP മണ്ഡലങ്ങളിൽ, ചില സ്റ്റാർ മണ്ഡലങ്ങളിൽ, എല്ലാവരും ഉറ്റുനോക്കിയ ചില മണ്ഡലങ്ങളിൽ ചില താരങ്ങളൊക്കെ താഴെ വീണു, ചില മന്ത്രിമാർ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായ മണ്ഡലങ്ങളെ തന്നെ എടുത്ത് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഘട്ടമാണ് വരുന്നത്. കൂടുതൽ അതിഥികൾ കൂടി നമ്മളോടൊപ്പം ഇപ്പൊ ചേർന്നിട്ടുണ്ട്. കേരളം ചുവന്നപ്പോൾ UDF-ലെ പൊട്ടിത്തെറി ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന. കോൺഗ്രസിൽ കലാപം തുടങ്ങുന്നതിന്റെ സൂചനകൾ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായേക്കും എന്നാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വിവരം. ഒപ്പം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് VM സുധീരനെ നീക്കാനുമുള്ള ആലോചനകളും ഇപ്പോൾ നടക്കുന്നു. എന്തായാലും സ്വാഭാവികമായി കോൺഗ്രസിൽ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നു എന്നാണ് ശ്രീ മുരുകൻ. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹം സ്വയം ഒഴിയും. കാരണം അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കും, മാറ്റും. അങ്ങനെ ഇതാണ്. കാരണം നമുക്കറിയാം ഗ്രൂപ്പിന്റെ ഇത് നോക്കുമ്പോൾ ഇപ്പോൾ ബലം കൂടുതൽ I ഗ്രൂപ്പിനാണ് വരുന്നത്. ഇപ്പോൾ ബലം കൂടിയാലും ഭരണത്തിന്റെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ എന്തായാലും നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം സ്വയം ഒഴിയുന്നുള്ളൂ. പക്ഷെ KPCC പ്രസിഡന്റ് മാറാൻ സാധ്യത കാണുന്നില്ല. ജനങ്ങൾ കാരണം KPCC പ്രസിഡന്റ് പറഞ്ഞതാണ് ശരിയായി വന്നിരിക്കുന്നത്. അപ്പൊ KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം സത്യം പറഞ്ഞു, സത്യം ജയിച്ചിരിക്കുന്നു. പക്ഷെ സത്യവും ന്യായവും ഒക്കെ നടക്കുന്നതാണോ ശ്രീ അജിത് കുമാർ? അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല കാര്യങ്ങളും KPCC പ്രസിഡന്റ് പറഞ്ഞത് ന്യായമാണെന്ന് പൊതുസമൂഹം പറഞ്ഞപ്പോഴും കോൺഗ്രസ് അംഗീകരിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ആ ഫോർമുലയാണ് ഏറ്റവും അവസാനം വർക്കൗട്ടായത്. ആ നിലയ്ക്ക് KPCC പ്രസിഡന്റിനെ നീക്കണമെന്ന് ഉമ്മൻചാണ്ടി ഈ ഘട്ടത്തിൽ വിചാരിച്ചാൽ അതിനോടൊപ്പം നിൽക്കേണ്ടി വരുമോ? സത്യവും നീതിയുമാണ് ജയിക്കേണ്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പോലും അതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലയിടത്തൊക്കെ കോൺഗ്രസ് ജയിച്ചു. അല്ല കോൺഗ്രസ് അല്ല എനിക്ക് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും, ഒന്ന് പ്രകോപിപ്പിക്കുക. അല്ലല്ല അതുപോലെ എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചേ പ്ലീസ്. അപ്പം സത്യം നീതിയും ജയിക്കട്ടെ, സത്യമേവ ജയതേ എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ മുദ്രാവാക്യം പോലും. പക്ഷേ ഇവിടെ ഈ യാഥാർത്ഥ്യങ്ങളെ അല്ല VM സുധീരന് ഇപ്പൊ രക്ഷപ്പെടാനും മാത്രം അദ്ദേഹം KPCC പ്രസിഡന്റിനെ നീക്കാൻ വ്യക്തമായ ഉത്തരവുണ്ട്. ഹൈക്കമാൻഡ് അതിനൊരു തീരുമാനം എടുത്തിരുന്നു. കേരളത്തിന്റെ കോൺഗ്രസിനെ നയിക്കുന്നത് ഒരു വ്യക്തിയൊന്നുമല്ല. ഡൽഹിയിലിരുന്ന ശ്രീ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ്, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ AK ആനുൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വന്ന് പറഞ്ഞതും ഹൈക്കമാൻഡ് ഡൽഹിയിലിരുന്ന് പറഞ്ഞതും ഇവിടെ യോഗങ്ങളിലൊക്കെ വന്നപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പലതവണയായിട്ട് പറഞ്ഞതും കോൺഗ്രസിലെ കേരള നേതൃത്വം സംയുക്ത നേതൃത്വമാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. ഒരു ഏകാംഗ നേതൃത്വമല്ല. അപ്പൊ താങ്കൾ ചോദിച്ച പോലെ ഇപ്പൊ ആരുടെയും തലയ്ക്കാരും വിലയിടുന്നില്ല. വളരെ ശരിയാണ്. ശ്രീ അജിത് കുമാർ പറഞ്ഞതനുസരിച്ച് കോൺഗ്രസിൽ അങ്ങനെ ഒരു ഒറ്റ ആളല്ല ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ഉമ്മൻചാണ്ടി അങ്ങനെ അവകാശപ്പെട്ടു. ആ ഒരു മാജിക്കിലൂടെ ജയിച്ചാൽ വേണമെങ്കിൽ ആ ക്രെഡിറ്റ് മുഴുവൻ. ശരി, പക്ഷേ ഇപ്പൊ അജിത് കുമാർ പറഞ്ഞാണ് ശരി, 3 പേരും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ 3 പേരും മാറണം, അതല്ലേ വേണ്ടത്? ഇതെല്ലാം ലാലങ്ങ് തീരുമാനിച്ചാൽ അതല്ലേ ശരി, ന്യായം. ശ്രീ മുരുകൻ, ന്യായം അതല്ലേ? നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാദം. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഞാൻ പറയാം. ചോദ്യത്തിനോട് മറുപടി മാറ്റിയിട്ട് കാര്യമുണ്ടോ? അല്ല, ഒറ്റ കാര്യം ചോദിക്കട്ടെ. അല്ല, ഒറ്റ മിനിറ്റ്. 2011 LDF പരാജയപ്പെട്ടു ആണല്ലോ. അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റിയോ? അന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റിയോ? ഒന്നും മാറിയില്ലല്ലോ. CPM-ലെ സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് ഒരു സ്ട്രക്ചറും ഘടനയൊക്കെ അങ്ങനെയല്ലോ. എല്ലാ പാർട്ടികളും തീരുമാനിച്ച ഉടനെ മാറും. എല്ലാ ആള് വരും. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത ആൾ KPCC പ്രസിഡന്റ് ആവും. ലാൽ ഒളിച്ചോടാരി. എന്റെ തലയിലാവും. UDF ഇവിടെ ഇപ്പൊ തകർന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാനാണ്. ഒരു മിനിറ്റ്. CPM-ന്റെ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞു. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുത്തതിന്റെ പിന്നാമ്പുറ കഥകൾ നിങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്താണ്. ഞാൻ അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് കെട്ടുറപ്പുള്ള ഒരു കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉണ്ട്. ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ 3 പേരും ചേർന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ഉൾപ്പെടുന്ന 3 അംഗ നേതൃത്വമാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത്. അത് ഹോം മിനിസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പിന്റെ അല്ല, അത് വിജയം ഗ്രൂപ്പിന്റെ ബലം കൊണ്ടാണല്ലോ. അല്ല, എന്തിന്റെ പേരിലായാലും ഞങ്ങൾക്ക് അദ്ദേഹം എത്ര വർഷം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, അദ്ദേഹം ദേശീയ തലത്തിൽ എത്ര ആളുന്ന ആളാണ്. അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ VM സുധീരൻ, ഇവരൊക്കെ KSUലൂടെ വന്നവരാണ്. ഇവരൊക്കെ സംസ്ഥാനത്ത് പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നവരാണ്. ഇവരെ മൂന്നുപേരെയും കൂട്ടായ നേതൃത്വമാണ് ഞങ്ങളുടെ ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരുന്നത്. അതിൽ അവർ മൂന്നുപേരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഉത്തരവാദിത്വം വിജയവും പരാജയവും അവർ കൂട്ടായാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി എന്തിനാ ഇപ്പൊ മാറുന്നത്? ആര് പറഞ്ഞു മാറുന്നത്? ശ്രീ രമേശ് ചെന്നിത്തല ആര് പറഞ്ഞു മാറിയത്? ഉമ്മൻചാണ്ടി തന്നെയാണോ? അല്ല, ആര് പറഞ്ഞു മാറിയത്? ഉമ്മൻചാണ്ടി തന്നെയാണോ? അല്ലല്ല, അത് ഇതൊക്കെ ഞാനും ലാലോട് ഇവിടുന്ന് സംസാരിച്ച് തരുന്ന വിഷയങ്ങളാണോ? ഞങ്ങൾക്കിപ്പോ പറയട്ടെ, ഞങ്ങൾക്കിപ്പോ 47 UDFന്റെ MLA-മാരുണ്ട്. അതിൽ കോൺഗ്രസിന്റെ എത്ര MLA-മാരാണോ അവരുടെ പാർലമെന്ററി പാർട്ടി കൂടി പാർലമെന്ററി പാർട്ടി പിന്നെ ലീഡറിനെ തെരഞ്ഞെടുക്കും. അത് ഹൈക്കമാൻഡിന്റെയും കൂടെ പിന്നെ അഭിപ്രായവും തേടും, സ്വാഭാവികമാണ്. അപ്പൊ ഹൈക്കമാൻഡ് അഭിപ്രായവും തേടും, MLA-മാരുടെ ഹൈക്കമാൻഡിന്റെ അടുത്ത് പോയി ചോദിക്കും. അവര് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അത് കേട്ടിരുന്നെങ്കിൽ അപകടം ഉണ്ടാവുമായിരുന്നോ? നിങ്ങളുടെ അച്യുതാനന്ദന്റെയും പിണറായിയുടെയും പോലെയാണ് ഞങ്ങളുടെ കഥകൾ. പറയട്ടെ, സോമപ്രസാദ് വരുന്നുണ്ട്, ചോദ്യം വരുന്നുണ്ട്. ഇത് ജനാധിപത്യമാണ്. ഞങ്ങൾ ജയിച്ചത് ജനാധിപത്യ രീതിയിലാണ്, ഞങ്ങൾ തോറ്റത് ജനാധിപത്യ രീതിയിലാണ്. അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് കൊണ്ട് ഞങ്ങൾ തൃപ്തരാകുന്ന തൽക്കാലം. ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ MLA-മാർ കൂടി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ തീരുമാനിക്കും. സ്വാഭാവികമായും ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ തന്നെ ആയിരിക്കും. ഇതിനു വേണ്ടി നമ്മളൊരു ചർച്ച നടത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു പരിപാടിയുടെ തന്നെ ആവശ്യമില്ല. സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂട്ടർ ജയിക്കും, മറ്റൊരു ആളുകൾ പരാജയപ്പെടും. അവര് പോയി കൂടി ഇരുന്നിട്ട് ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇത് പുസ്തകത്തിൽ വായിച്ചാൽ മതി. തിരിച്ചൊരു കാര്യം താങ്കൾ പറയുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഉമ്മൻചാണ്ടി മാറുന്നു. താങ്കൾ എവിടെ നിന്ന് കിട്ടിയ വാർത്ത? ഈ വാർത്ത നമുക്ക് കിട്ടി, മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള പറയേണ്ട ആവശ്യമില്ല. അതിന് ഇവിടുത്തെ ഒരു വ്യവസ്ഥാപിതമായ സോഴ്സ് ഉണ്ട്. അജിത് കുമാർ പറയാൻ അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് പീപ്പിൾ മാത്രം ഇങ്ങനെ വാർത്ത എങ്ങനെ വന്നു? പീപ്പിൾ മാത്രമല്ല, പലയിടത്തും എങ്ങും വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനാധിപത്യമായ രീതിയുണ്ട്. അവിടെ MLA-മാർ കൂടി തീരുമാനിക്കും. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, പീപ്പിൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, അത് ശരിയാണോ എന്ന് KPCC പ്രസിഡന്റ് ജ്യോതികുമാറിനോട് ചോദിച്ചു. അദ്ദേഹം പറയുന്നു, ഇല്ല, ഉമ്മൻചാണ്ടി തന്നെ തുടരും. എന്നാ പറഞ്ഞില്ലല്ലോ. ഇല്ല, ഉമ്മൻചാണ്ടി മാറും. ഇതാണ് ഇങ്ങനെയുള്ള നിങ്ങളുടെ പത്രപ്രവർത്തനത്തിനെയാണ് പൊതുജനം തള്ളി പറയുന്നത്. ഞാൻ പറഞ്ഞത് അത്രയും ചീപ്പാവരുത്. ഞാൻ പറഞ്ഞതാണ് MLA-മാർ കൂടിയിരുന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ തീരുമാനിക്കുന്ന ഞാൻ പറഞ്ഞത്. അത് പൊതുജനങ്ങൾക്ക് അറിയാം. പിന്നെ അറിയാവുന്ന ഉണ്ണി ചെറിയാൻ എന്ന നിഷ്പക്ഷ നിരീക്ഷകൻ, അദ്ദേഹം ഒരു ചലച്ചിത്ര TV സീരിയൽ സംവിധായകനും ഒക്കെയാണ്. ഈ വളരെ ആക്ഷേപഹാസ്യത്തോടു കൂടി കേരള സമൂഹത്തെ കാണുന്ന ഒരാൾ കൂടിയാണ് ശ്രീ ഉണ്ണി ചെറിയാൻ. ഇപ്പോഴത്തെ അവസ്ഥയെ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കും? ഉമ്മൻചാണ്ടിയുടെയും VM സുധീരന്റെ അവസ്ഥയാണോ? താങ്കൾക്ക് പെട്ടെന്ന് ആ അവസ്ഥയെ കുറിച്ചൊന്നും ആ അവസ്ഥയെപ്പറ്റി VM സുധീരനെ മാറ്റിക്കളയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു കാരണവശാലും. കാരണം VM സുധീരനെ ആരാണ് മാറ്റുന്നത്? കേന്ദ്ര നേതൃത്വമാണ് മാറ്റുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു VM സുധീരനോട് അവർക്ക് താല്പര്യമുള്ളൊരവസ്ഥയാണ്. ഉമ്മൻചാണ്ടി മാറിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിനെ അവർ മാറ്റും. കാരണം ഡൽഹിയിൽ ഒരു 7 ദിവസം നടത്തിയ ഒരു നാടകം അത് അവർ ആരെങ്കിലും മറക്കുമോ? മനുഷ്യരാരെങ്കിലും മറക്കുമോ? എന്തെങ്കിലും തരത്തിൽ മറക്കാൻ പറ്റും? എന്തൊരു വെല്ലുവിളിയായിരുന്നു, എന്തൊക്കെ തരത്തിലുള്ള ഭീഷണിയായിരുന്നു. ഇപ്പോൾ അവർക്ക് കിട്ടിയ അവസരമാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ലിസ്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും A ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ MLA-മാരുള്ളത് I ഗ്രൂപ്പിനാണ് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം ഉണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഒരു പക്ഷേ എന്താണ് തോൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പണ്ട് രമേശ് ചെന്നിത്തല എഴുതിയ എഴുത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം തോൽപ്പിച്ചത്. അപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണ് ഉമ്മൻചാണ്ടിക്ക് ഒരു വോയിസ് ഉള്ളത് എന്താണ് എനിക്കറിയില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് വരാതിരുന്നതും മനഃപൂർവ്വമായിരുന്നോ എന്നുവരെ ശ്രീ ഉണ്ണി ചെറിയാൻ ഞാൻ സംശയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പനിയായിരുന്നു, ജലദോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്.